ഇതിനെ സെറ്റാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല ആവിയും അപ്പോൾ നമ്മുടെ അടിപൊളി ഗ്രിൽ മീൻ. അപ്പോൾ നമ്മളിതിന് ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിതിന് വരഞ്ഞു കൊടുക്കാൻ പോകണം കേട്ടോ. അയ്യോ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാവും. അപ്പോൾ നമ്മുടെ തലയും വാലൊക്കെ അപ്പോൾ നമ്മൾ വരഞ്ഞു കൊടുക്കാൻ പോവാണ്. അടിപൊളിയായിട്ട് വരഞ്ഞ് സെറ്റാക്കാൻ പോവാണ്. വരഞ്ഞ് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് ശരിക്ക് നമ്മുടെ ബെല്ല് എന്തോ കാര്യമുണ്ടല്ലോ. ഇന്ന് മഴ വരുന്ന ലക്ഷണമുണ്ട് കടമത്തെ. അപ്പോൾ നമ്മൾ വരഞ്ഞ് സെറ്റാക്കിയിരിക്കുകയാണ്. വരച്ച് നല്ല സെറ്റാക്കിയിട്ട് അടിപൊളിയായി കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത് എന്താണെന്നറിയോ? നമുക്ക് ആവശ്യമായ കുറച്ച് മഞ്ഞൾപ്പൊടി. മീനിന് ഇത്തിരി സൈഡ് വയ്ക്കാം അല്ലേ, മീൻ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി ഉണ്ട്. പേസ്റ്റ് നമ്മൾ അരച്ചതാണ്, അത് വെച്ചിട്ടുണ്ട്. അതിനോട് ഇനി നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് ഇത് നന്നായിട്ട് സെറ്റാക്കി കൊടുക്കണം കേട്ടോ. നല്ല ചടചടാന്നേ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. നല്ല എരിവുണ്ടോ എന്നുള്ളത് അറിയില്ല. മുളക് പൊടി പോരാ ഇതിനോട് ഇല്ല. ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ ലൈമാണ് മെയിൻ. ശരിക്കും പറഞ്ഞാൽ ലൈം ഒഴിച്ചിട്ട് വേണം നമുക്ക് തിരുമ്പാൻ. അപ്പോൾ നമ്മൾ ലൈമും കൂടി ഒഴിക്കുകയാണ്. നല്ല പുളിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റായിട്ട് ബാക്കി നമുക്കിതിന് മേലെ തിരുമ്പാം, മേലെ ഒഴിക്കാം ലൈം. എന്താ പറയുക, അപ്പോൾ നല്ല സെറ്റായിട്ട് പുളിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാവുമേ. അപ്പോൾ നമ്മൾ യുവന്മാരിനോട് മാറ്റി വെച്ചു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മീൻ കുട്ടനെ നമുക്കിങ്ങനെ മെല്ലെ പുരട്ടി കൊടുക്കാം. ഇല്ലേ മേഡം, നല്ല സെറ്റായിട്ട് ഉള്ളിലൊക്കെ ആകണം. വേണ്ടോ, നന്നായി പിടിപ്പിച്ച് 1 മണിക്കൂർ കഴിയാണ്ട് ഇവന്മാരിനെ തൊടാൻ പറ്റില്ല. അങ്ങനെ പിടിച്ചിരിക്കണം. ആ സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. തോന്നാനുണ്ടോ? ഇല്ല അല്ലേ മേഡം? ഇല്ല അല്ലേ, മതിയില്ലേ? നമ്മളിതിന് ഗ്രില്ല ചെയ്യാൻ പോകണം. ഗ്രില്ല് സെറ്റായിട്ട് ചെയ്യാൻ പോകണം. അങ്ങനെ നന്നായിട്ട് ഇതിൻ്റെ ഇടയിൽ വെറൈറ്റി ഐറ്റം സെറ്റാണ് ചെയ്യാൻ പോകണം. ഉപ്പുണ്ട്, ഉപ്പ് പുളിപ്പ് കാര്യങ്ങളും ഇത് നമ്മൾ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശരിക്കും നാരങ്ങ കൂടി പിഴിഞ്ഞ് കൊടുക്കട്ടെ. അങ്ങനെ ഇങ്ങോട്ട് നല്ല പുളിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കാര്യം കൂടി ചെയ്യാം. ഈ നാരങ്ങനെ കുഞ്ഞതാക്കി അരിഞ്ഞിട്ടേ അത് നമുക്ക് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ എടുത്തിട്ട് നമ്മളിതിൻ്റെ ഈ സെറ്റപ്പ് സൈഡിൽ വയ്ക്കുകയാണ് കേട്ടോ. പുളിപ്പായിട്ടിരുന്നോട്ടെ. നമ്മുടെ ചൈന ഫുഡ് പോലെ, ചൈനക്കാരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക. നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുളിപ്പും കാര്യങ്ങളൊക്കെ നല്ല സെറ്റായി. അപ്പോൾ നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇവനെ സെറ്റാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി 1 മണിക്കൂർ നമ്മൾ വെയിറ്റിങ്ങിന് വെക്കുകയാണ്. അപ്പോൾ അവിടെ ഇരുന്നോട്ടെ നല്ല അടിപൊളിയായിട്ട് സ്വന്തക്കാരൻ സെറ്റപ്പായിട്ടേ. അപ്പോൾ 1 മണിക്കൂർ ഇവിടെ വെച്ചിട്ട് അയ്യോ കോഴികൾ. അപ്പോൾ നമ്മൾ പിന്നെ നല്ല ചന്തത്തിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ അല്ലേ. കത്തി കരിഞ്ഞ് ചെറിയ ഒരു കനലുകളുണ്ട്. നമുക്ക് കനലുണ്ടാക്കണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, 2 ചിരട്ട ഇടാം. നമ്മൾ കത്തിക്കാൻ പോവാണ് കേട്ടോ. ഒരു നേരത്തെ കത്തിച്ചതിൻ്റെ കുറ്റിയുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമ്മൾ കത്തിച്ച് സെറ്റാക്കാൻ പോവാണ്. അപ്പോൾ നന്നായി നമ്മൾ കത്തിക്കാൻ പോവാണ്, നല്ല കനലുകൾ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അടുപ്പ് നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. നമ്മൾ ചിരട്ട 2 ഇട്ടിട്ടുണ്ട്, ഒരു നേരത്തെ കത്തിയതിൻ്റെ കുറ്റിയിട്ടുണ്ട്, ഒരു വിറകും കൂടി ഇട്ടുണ്ട് കേട്ടോ, നല്ല പുളിയുടെ കഷ്ണം. അപ്പോൾ നന്നായി കത്തി നമ്മൾ കനലാകട്ടെ കേട്ടോ. നമ്മൾ സെറ്റായി കഴുകി തുരുമ്പൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വെച്ചാണ്.
നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഹൈറ്റ് പോരാ, വെച്ച് നോക്കിയാൽ മതിയില്ല, ഏകദേശം സെറ്റാണ് തോന്നുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഈ കല്ല് തന്നെ വെച്ചാൽ ഏകദേശം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇതാകട്ടെ. അപ്പോൾ നമുക്ക് ട്രെയിൻ ചെയ്ത് നോക്കിയാണ് സംഭവം ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ ഹൈറ്റ് മതി. അപ്പോൾ നന്നായി കത്തിയിട്ട് കല്ലാകട്ടെ. തൽക്കാലം നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. കത്തട്ടെ. അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ ഏകദേശം നമ്മൾ കത്തി കനലായിട്ടുണ്ട്. ഈ കനലിൽ വേഗമെന്ന് വിചാരിക്കണം. നമ്മൾ ഒരു പീസ് ഉള്ളതുകൊണ്ട്, ഒരു പീസല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെറ്റ് എന്തായാലും വെക്കാം. നെറ്റ് എടുത്തിട്ട് നമ്മൾ വെക്കുകയാണ്. നെറ്റ് വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ നമ്മുടെ മീൻ എടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ലൈറ്റ് കത്തും. നമ്മുടെ മീൻ എടുത്തിരിക്കുകയാണ്. ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ലൈറ്റായിട്ട് വേണമെന്ന് മറിച്ചിടാം. എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പുറ സൈഡിൽ നമുക്ക് എണ്ണയൊക്കെ ഇതായതല്ലേ. അപ്പോൾ ലൈറ്റായിട്ട് മറിച്ചിടുകയാണ്. അപ്പോൾ സംഭവം കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിലെത്തി നമുക്ക് എണ്ണയിട്ട് കൊടുക്കാം. നന്നായിട്ട് എണ്ണയിട്ട് കൊടുത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. നമ്മുടെ മീൻ കുട്ടൻ സെറ്റായിട്ട് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. സംഭവം വന്നിട്ട് അവൻ കനലിൽ വേകണ ലക്ഷണം കാണാനില്ല കേട്ടോ. ഞാൻ ലൈറ്റായിട്ട് തീ കൊടുത്തു, വേറെ വഴിയൊന്നുമില്ല. കനൽ പറഞ്ഞാൽ ശരിക്കും നമ്മുടെ മറ്റേ കരിയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ടുണ്ടാവും. ഇതിപ്പോൾ കരിയല്ലല്ലോ. നമ്മളപ്പോൾ ലൈറ്റായിട്ട് താത്തുകയും ചെയ്തു. നല്ല ചുട്ടെടുക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് തിളയ്ക്കുന്നുണ്ട്. എണ്ണയിൽ ഞങ്ങളൊക്കെ വരുന്നുണ്ട്. കരിയോ എന്നുള്ളത് അറിയില്ല കേട്ടോ. നോക്കട്ടെ. നമുക്കിതിൽ നാരങ്ങയുടെ തൊണ്ടും കുറച്ച് മസാല ഉണ്ട്. എന്താടാ ഈ മസാലയൊക്കെ നമുക്ക് അതിന് നേരത്തെ തന്നെ തേച്ച് കൊടുക്കാം. അറിയില്ല, പനി ഉണ്ടാവും. നമ്മുടെ കൊച്ച് ഛർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഈ മസാലകൾ നമുക്കിതിന് മേത്തേക്ക് തേച്ച് കൊടുക്കാം. ഒരാൾ എണ്ണ വെട്ടി കൊടുക്കണ്ട. ഒരാൾ ഇങ്ങനെ വെട്ടി കൊടുത്തിട്ട് കാര്യമില്ല. മനസ്സിൽ കൊടുക്കുള്ളൂ, ശരിയാവുള്ളൂ. നമ്മൾ മറിച്ചിടുകയാണ്. ആടാ സെറ്റായിട്ട് കേട്ടോ. മറിച്ചിട്ട് നമുക്കവനെ അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ മീൻകുട്ടൻ സെറ്റായി വന്നിരിക്കുകയാണ്. ഒന്നുകൂടി മറിച്ചിടണം. വേണ്ട, മറിച്ചിടാനില്ല. അവനെ നന്നായിട്ട് കഴുത്തൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അത് ഏകദേശം അടാറായിട്ടുമായിട്ടുണ്ട്. കുറച്ച് നേരം കൂടി അവിടെ നിൽക്കട്ടെ അല്ലേ. ഇനിയിപ്പോൾ ഒന്നും താകാനൊന്നുമില്ല. ഇനി നമ്മൾ എടുത്ത സാധനം കഴിക്കുക തന്നെ. നല്ല അടിപൊളിയായി സെറ്റായിട്ട് ഉണ്ട് ആള്. നമ്മുടെ ജഗ്ഗു ഇലയും കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ മീൻ എടുക്കാൻ പോകുന്നു. നമ്മുടെ ഗ്രില്ല് ഇല്ല, ഇപ്പം മറിച്ചിട്ടുള്ളൂ. വാലി പിടിച്ച് തൂക്കച്ച പറഞ്ഞു കഴിഞ്ഞാൽ വാലേ വാടാ. മെല്ലെ എടുത്തിട്ടുണ്ട്. അയ്യോ വാടാ 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 ആടാ. ഇലയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മീൻ സെറ്റപ്പായിട്ട് നല്ല ആവിയും പുകയും നല്ല മണമൊക്കെ ഉണ്ടടാ. ശരി, മണത്ത് നോക്ക്. മണത്ത് നോക്കാം, നമുക്ക് കഴിക്കാമല്ലോ. നമുക്കപ്പോൾ ഇതിലേക്ക് ഇതിലുള്ള സാധനം എല്ലാം കൂടി വെക്കട്ടെ കേട്ടോ. അയ്യേ, അപ്പോൾ നമ്മൾ നമ്മുടെ ഗ്രില്ല് ഫിഷിനെ നമ്മൾ കൊണ്ടിതാക്കാണ്. ആടാ എന്നാ ഇവിടെ ലൈറ്റ് പോരാ. ആടാമത്തെ ആ ചെയർ വയ്ക്കും. ശരി, ആ ചെയർ വയ്ക്ക്. അപ്പോൾ നമ്മുടെ മീൻ ഗ്രില്ല്, അയ്യോ എൻ്റെ അമ്മ ചേനയുണ്ടോ. ഇപ്പം നീ കഴിച്ചു നോക്കിയാ. നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട്. നോക്കിയേ. അയ്യോ മുള്ളുണ്ട് ഒരുപാട്. മുള്ളൊക്കെ മാറ്റി വെക്കട്ടെ. ഇനി മുള്ളേ സംഭവം നോക്കും. നല്ല ആവിയും പോയൊക്കെ ആയിട്ട് മുള്ളുണ്ടോ? നമ്മുടെ ഉണ്ടില്ലേ.
മുള്ളോടിട്ടാൽ ശരിക്കും പറഞ്ഞാൽ എന്തോരം ഉണ്ട് പറയാം. നമ്മുടെ അൽഫാമില്ലേ, കോഴി ചുട്ടത് നമ്മളെ മേടിച്ച് കഴിയില്ലേ, അസൽ അതന്നെ അടിപൊളിയായിട്ട് കഴിച്ചോ. അതൊക്കെ കഴിച്ചു നോക്കൂ. കഴിക്കാനില്ല നന്നായിട്ടുണ്ടോ നോക്കില്ല. സംഭവം തമാശ പറഞ്ഞല്ല കേട്ടോ, സംഭവം സെറ്റ്. അച്ഛൻ കഴിച്ചു നോക്ക്. മുള്ളുണ്ട് നോക്കിയിട്ട്. ശരിക്കും കോഴി മണ്ടേ ശരിക്കും പറഞ്ഞ മടു ശരിക്കും അൽഫാം കഴിച്ചു. ഉളുപ്പ് മുള്ളു നോക്ക്. ഇത് മുള്ളു നോക്ക്. അയ്യോ വി പോലത്തെ മുള്ള്. ഇതൊക്കെ മുള്ളാണ്. നിലവിളി എനിക്ക് പിടിക്കണില്ല. അവിടെ മുള്ളില്ലാതെ നില കഴിക്കാൻ നല്ല രസമുണ്ട്. ലൈറ്റ് പുളിപ്പ് ഇല്ല മടു. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. നോക്കി കഴിച്ചില്ല പറഞ്ഞാൽ പണി ഉറപ്പാണ്. ചെറിയ രീതിയിൽ മുള്ളൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ മീൻ സെറ്റപ്പാണ്. എല്ലാവരും ഇതേപോലെ ചുട്ട് കഴിച്ചു. അടിപൊളിയുണ്ട്. പേടിയാണെന്നറിയാം മുള്ളുണ്ട്. പുളിപ്പിന്റെ മടിയോ അടിപൊളിയല്ലേ സംഭവം. ചേട്ടാ അടിപൊളി പറഞ്ഞ അടിപൊളി. മുള്ളൊക്കെ ഉണ്ട്, നല്ല അടിപൊളി മുള്ളുണ്ട്. നോക്കി കഴിച്ചില്ല പണി. നല്ല നമ്മുടെ ഗ്രില്ല് ഉണ്ടാക്കിയ സാധനം സൂപ്പറായിട്ട്. എന്താ പ്രശ്നം അറിയാം, ലൈറ്റ് മുള്ളുണ്ട് ഇതിൽ. ഒന്നാമത് രോഹുല് മുള്ളുണ്ടാവും കേട്ടോ. നമ്മൾ എത്ര വൃത്തിയായി എടുത്താലും അടുത്ത് പോവാം. ഇതാണ്ടോ എത്ര വൃത്തിയായിട്ട് ഇതായി കഴിഞ്ഞാലും രോഹുല് പ്രത്യേകിച്ച് നല്ല മുള്ളുണ്ട്. അപ്പോൾ ഈ വളർത്തു മീനുകളിൽ മുള്ള് കമ്മി പറഞ്ഞ സൈപ്രൻസാണ്. രോഹുല് നല്ല മുള്ളുണ്ട്, അങ്ങനെ നല്ല വലുപ്പം എന്തായാലും ഉണ്ടാവും. ഈ ദശൻ്റെ ഉള്ളിൽ വി 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 പോലത്തെ ചെറിയ ചെറിയ മുള്ളാണ് രോഹു. സൈപ്രൻസിൽ മുള്ള് കമ്മിയാണ്. ദവി ഇതാണോ, ഇതാണ് മുള്ള്. 8ന്റെ പണി കിട്ടും. അപ്പോൾ ചേട്ടായിമാരെ നിങ്ങൾ ആരും ഗ്രില്ല് ചെയ്യുകയാണെങ്കിലും മാക്സിമം ഈ രോഹു മീനെ ഗ്രില്ല് ചെയ്യരുത്. പോടാ വല്ല പോ 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 ഗ്രില്ല് ചെയ്യരുത്. ഇതേപോലെ പണി കിട്ടും. നല്ല ഇറച്ചിൻ്റെ ഉള്ളിലടക്കുന്നത് ഇതേപോലത്തെ മറ്റേ നല്ല മുള്ള് കിട്ടും. അപ്പോൾ നമ്മൾ ഇതാണ്ടോ ഇതിങ്ങനെ എടുക്കും നമ്മൾ ഇറച്ചിയെന്ന് പറഞ്ഞിട്ട് നോക്കിയാൽ കേട്ടോ. ഇതാ മുള്ളാണ്. അടച്ച ഒരു രക്ഷയില്ല. പക്ഷേ സാധനം ഉണ്ടാക്കിയത് പൊളിച്ചു. അതിൽ യാതൊരു രക്ഷയില്ല. അടിപൊളി പറഞ്ഞാൽ അടിപൊളി. ഇച്ചിരി മുള്ളു കൂടിയ മീനാണെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒറ്റ കുഴപ്പമില്ല. നമ്മൾ സൺഡേ സ്പെഷ്യലായിട്ട് ചുട്ട് കഴിച്ച മീൻ അടിപൊളി. അതിൽ ഒന്നും നമ്മൾ പറയാനില്ല. മീൻ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് പറ്റിയില്ല. മറ്റേതൊക്കെ നമ്മൾ നല്ല കറിയാക്കി വറുത്തു. അപ്പോൾ ചേട്ടായിമരെ നമ്മുടെ ചുട്ട് കഴിച്ച മീൻ ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ട് എല്ലാവരും കഴിച്ചു. എല്ലാവർക്കും നല്ല അഭിപ്രായം. അമ്മച്ചി പറഞ്ഞു പറയാനൊന്നുമില്ല, നന്നായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതിനെ വേഗം കാലിയാക്കട്ടെ. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൈഡിൽ ഇങ്ങനെ എഴുതി തന്നു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഉപകാരമാവും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസുകളിലെ കുറ്റം കുറവുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ എഴുതി അറിയിക്കണം. അപ്പോൾ നമ്മളതൊക്കെ നികത്തി തരുന്നതാണ്. നമ്മൾ ചെറിയ ചെറിയ കുട്ടി കുട്ടി ബ്ലോഗർമാരാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് ഈ കൊള്ളില്ലായ്മത്തരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ഒക്കെ എന്തെങ്കിലും കാണും. അപ്പോൾ കാണുമ്പോൾ അതിങ്ങനെ പറഞ്ഞു തന്നാൽ മാത്രമേ നമുക്കത് തിരുത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ നമ്മൾ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നല്ല നല്ല വീഡിയോസുമായിട്ട് എന്നും പറയുമ്പോൾ വന്നുകൊണ്ടേയിരിക്കും, നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇല്ല ഓക്കെ അല്ലേ? അപ്പോൾ ഓക്കെ ബൈ.